2026-27 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് പലരും. ഭൂരിപക്ഷം ആളുകളും ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പല ആളുകളും ഇതുവരെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തവരുമുണ്ടാകും. പലർക്കും ഇതേക്കുറിച്ച് അറിവുണ്ടാകില്ല, ചിലർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടാകും. ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണക്കാർക്ക് അറിയേണ്ട ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്, എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പമുള്ളത് സാമ്പത്തിക വിദഗ്ധൻ ശ്രീനാഥ് ഇന്ദുചൂടൻ സാറാണ്. സാർ, സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇൻകം ടാക്സ് റിട്ടേൺ എന്താണ്? ബേസിക്കലി നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിന് നിശ്ചിത തോതിൽ നമ്മൾ നികുതി അടയ്ക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ശമ്പളം കിട്ടുന്ന എല്ലാ ഒരു വ്യക്തികൾക്കും എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ശമ്പളം നൽകുന്ന കമ്പനി അവർ തന്നെ ടാക്സ് പിടിച്ച് അടയ്ക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് അടയ്ക്കും. എന്നാൽ ഈ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന ഒരു സാമ്പത്തിക രേഖയാണ്. ആ സാമ്പത്തിക രേഖയിൽ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് സ്വമേധയാ രേഖപ്പെടുത്തി നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾക്കിത്ര വരുമാനമുണ്ട്, അതിന് ഇത്ര നികുതി ഞങ്ങൾ അടച്ചിട്ടുണ്ട്, അതിനെ ഒരു സാമ്പത്തിക രേഖയാക്കി മാറ്റണം. അതിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാണ് ഈ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടത്? ഇൻകം ടാക്സ് റിട്ടേൺസ് ഒരു വൺ ലൈനർ എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമുള്ളവരെല്ലാം എന്ന് നമുക്ക് പറയാം. ഇൻകം ടാക്സ് റിട്ടേൺസ് വരുമാനമുള്ള എല്ലാവർക്കും സമർപ്പിക്കാം. വരുമാനം പല സ്രോതസ്സിൽ നിന്നാകാം കേട്ടോ. ശമ്പളം മാത്രമല്ല നമ്മുടെ വരുമാനം. ഇപ്പോൾ നമുക്ക് ഒരു 10 കടമുറി നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലുണ്ട്. ഓരോ കടയ്ക്കും 50,000 രൂപ വെച്ച് വാടക കിട്ടുന്നുണ്ട് മാസം. അപ്പം നല്ലൊരു വലിയ തുക നമുക്ക് വാടക ഇനത്തിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അതൊരു വരുമാനമാണ്. അതുപോലെ തന്നെ 10 വർഷം മുമ്പ് ഒരു ഫ്ലാറ്റ് ഒരു വ്യക്തി എറണാകുളം ജില്ലയിൽ വാങ്ങിച്ചു. അദ്ദേഹം 10 വർഷത്തിന് ശേഷം അത് വിറ്റു. വാങ്ങിയത് 50 ലക്ഷം രൂപയ്ക്കാണ്, വിൽക്കുമ്പോൾ 1 കോടി. അതൊരു വരുമാനമാണ്. അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. ശമ്പളം ലഭിക്കുന്നത് ഒരു വരുമാനമാണ്. നമ്മൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിലോ നിക്ഷേപിച്ചിരിക്കുന്ന പണം, ആ പണത്തിന് കിട്ടുന്ന ഈൽഡ് അല്ലെങ്കിൽ പലിശ, അതൊരു വരുമാനമാണ്. ഇങ്ങനെ വരുമാനമുള്ള എല്ലാവരും ഈ സാമ്പത്തിക രേഖ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിച്ചിരിക്കണമെന്നുള്ളതാണ് നിയമം. ഓക്കെ, പൊതുവേ നമ്മൾ കേൾക്കാറുള്ളതും ഈ ശമ്പളമുള്ളവർ മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി എന്നാണ്. അതുകൊണ്ടാണ് പലരും ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തത്. ഇങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചില്ല എങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായും. നമ്മുടെ രാജ്യത്തെ ഇൻകം ടാക്സ് ആക്ട്, ആ നിയമമാണ് ഈ രാജ്യത്തെ തൊഴിലെടുക്കുന്നവർ അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നവരുടെ എല്ലാവരുടെയും നികുതി ഘടന നിശ്ചയിച്ച് അത് വാങ്ങി അത് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്വാഭാവികമായും ശമ്പളമുള്ളവരിൽ തന്നെ ടാക്സ് സ്ലാബ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 2 റെജീമുണ്ട്. നമുക്കിനി വരുന്ന സമയങ്ങളിൽ ചർച്ച ചെയ്യാം. ഈ ടാക്സ് സ്ലാബ് ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ തീർച്ചയായും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നിയമം. ഫയൽ ചെയ്തില്ലെങ്കിൽ പിഴ വരും, ലേറ്റ് ഫയലിംഗ് ഫീസ് വരും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തുക നമ്മൾ അങ്ങോട്ട് അടയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പലിശ വരും, അതിന് പിഴപ്പലിശ വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. ഇനി ഒരു പരിധിയിൽ കൂടുതൽ ഇത് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ നമ്മുടെ വരുമാനത്തിൻ്റെ നില അനുസരിച്ച് നമ്മൾ ടാക്സ് സ്ലാബിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ്. ഇല്ലെങ്കിലും നമുക്ക് ഫയൽ ചെയ്യാം കേട്ടോ. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക രേഖയാണ്. ഇൻകം ടാക്സ് റിട്ടേൺസ് രേഖയായി സ്വീകരിക്കുന്ന പല അതോറിറ്റീസ് ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. നിങ്ങളൊരു ബാങ്കിൽ പോയി ഒരു വാഹന വായ്പയോ ഒരു ഭവന വായ്പയോ എടുക്കാൻ പോയി. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ടാക്സ് സ്ലാബിന് താഴെയാണ് എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപയോ 4 ലക്ഷം രൂപയോ ഒക്കെ നിങ്ങൾക്കൊരു സാമ്പത്തിക വർഷത്തിൽ വരുമാനമുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് വായ്പ എടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു 30,000 രൂപ വരുമാനമായി, 30-35,000 രൂപ വരുമാനമായി. 35,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ബാങ്കിൻ്റെ നിയമപ്രകാരം ഒരു 30-35 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു 20 ലക്ഷം രൂപയൊക്കെ വായ്പ കിട്ടും. എന്നാൽ ആ വായ്പ കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു രേഖയാണ് ഇൻകം ടാക്സ് റിട്ടേൺസ്.
ഇതുപോലെ എംബസികൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായും ഒരു ഉദാഹരണം ഞാൻ പറയാം. ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന കർഷകർ, അവർക്ക് ശരിക്കും ഇൻകം ടാക്സ് നിയമപ്രകാരം കൃഷിക്കുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല. അവരും ഇത് ഫയൽ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഫയൽ ചെയ്യാൻ നിർബന്ധമായും ഫയൽ ചെയ്യേണ്ടവർ, അവർ ഫയൽ ചെയ്തില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫയൽ ചെയ്യേണ്ട എന്ന് സർക്കാർ തന്നെ പറയുന്നവർക്കും ഇത് ഫയൽ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്, ഒരു രേഖ പോലെ. ഓക്കെ, സാർ നേരത്തെ സൂചിപ്പിച്ചു പലതരം വരുമാന സ്രോതസ്സുകൾ ചില ആളുകൾക്കുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പലരും റവന്യൂവിൽ ഉൾപ്പെടുത്താറുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വരുമാന സ്രോതസ്സ്, പല വഴിക്ക് വരുന്ന വരുമാന സ്രോതസ്സ് വെട്ടിക്കാൻ പലരും ശ്രമിക്കാറുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഈ റിട്ടേണിൽ കാണിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? വളരെ മനോഹരമായൊരു ചോദ്യമാണ് കേട്ടോ ഇത്. സ്വാഭാവികമായും ആളുകളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രശ്നവും കൂടിയാണിത്. എൻ്റെ വരുമാനം ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെ അറിയും? അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി റിട്ടേൺസ് ഫയൽ ചെയ്ത് വയ്യാവേലി പിടിക്കണോ എന്ന് ആലോചിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് 26AS എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും AIS എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. ആനുവൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ AISഉം 26ASഉം നമ്മളുടെ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി പാൻ കാർഡ് കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സ്രോതസ്സിൻ്റെയും കൃത്യമായ വിവരങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺസ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ. ഉദാഹരണത്തിന്, ഞാൻ വരുമാനം കാണിക്കുന്നില്ല ഇൻകം ടാക്സിൽ, ഇങ്ങനൊരു വരുമാനം എനിക്ക് കിട്ടിയതായിട്ട്. എന്നാൽ ഇൻകം ടാക്സിന് അറിവുണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ പറ്റും. 26AS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാടക ലഭിക്കുന്നു, 50,000 രൂപ ഒരു മാസം വാടക ലഭിക്കുന്ന ഒരു വ്യക്തി, ആ വാടക തരുന്നയാൾ 50,000 രൂപയിൽ നിന്നും എത്ര ശതമാനമാണോ നിശ്ചിത TDS ടാക്സ്, അത് അവിടെ നിന്ന് തന്നെ പിടിച്ച് നിങ്ങളുടെ പാൻ കാർഡിലേക്ക് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ആ വരുമാനം ഇൻകം ടാക്സിൻ്റെ രേഖയിൽ പതിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 12 മാസം നിങ്ങൾക്ക് 50,000 രൂപ വെച്ച് 6 ലക്ഷം രൂപ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ ഉൾപ്പെട്ടു എന്ന്. എന്നാൽ ഇത് ഓൾറെഡി ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള രേഖകൾ കാണാതെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഇതിൽ എത്ര വരുമാനം കിട്ടി എന്ന് കണക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ഉണ്ട് എന്നറിയാതെയൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് പിന്നെ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമയം ഇൻകം ടാക്സ് റിട്ടേൺസ് എല്ലാവരും ഓടിപ്പിടിച്ച് ഫയൽ ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് ഫയൽ ചെയ്യാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ബാങ്ക് മുഖാന്തരം കൊടുത്ത ട്രാൻസാക്ഷൻ മാത്രമാണല്ലോ ഇൻകം ടാക്സിന് കിട്ടുന്നത്. ഒരു വീട്ടമ്മ, അവരുടെ ഒരു എക്സ്ട്രാ ഒരു വീട് കൂടി ഉണ്ടെന്ന് കരുതുക. അവർക്ക് അവിടെ നിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ട്, അത് ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്. അവരെന്തെങ്കിലും മറ്റൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർക്ക് അവിടെ നിന്ന് ക്യാഷായിട്ടാണ് കിട്ടുന്നത്. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അവർക്കൊരു 5-6 ലക്ഷത്തിന് മേലെ റവന്യൂ കിട്ടുന്നു എന്ന് കരുതുക. അവർ റിട്ടേൺ കൊടുത്തില്ല എങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ അതെങ്ങനെ ഇൻകം ടാക്സുകാർ അറിയും? അത് ചെയ്തില്ലെങ്കിൽ എന്താണ്? സ്വാഭാവികമായും ഇതൊരു വലിയൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ അറിയും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇപ്പോൾ ക്യാഷായിട്ടാണ് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ബാങ്ക് മുഖാന്തരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന് അറിയാനുള്ള വകുപ്പൊന്നുമില്ല. എന്നാൽ നാളെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയുകയും ഒരു നോട്ടീസ് വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധ്യപ്പെടുത്തി ഈ നൂലാമാലകളിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്വമേധയാ ഡിക്ലെയർ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഉദാഹരണത്തിന് ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഒരു ഭൂമി നമ്മൾ വിൽക്കുന്നു. ആ ഭൂമി വിൽക്കുമ്പോൾ നമുക്കൊരു 30 ലക്ഷം രൂപ ലാഭം കിട്ടുകയാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും എന്തിനാ ഇനി ഇത് പുറത്ത് പറയുന്നത്? അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒന്നും കാണാതെ നമ്മളത് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങ് ഒതുക്കും. എന്നാൽ നാളെ ഈ ഒരു വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കാത്തതിന് വലിയ പിഴയും നിയമ നടപടികളും നേരിടേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ ഫെയർ ആൻഡ് ട്രാൻസ്പാരൻ്റായി ഇൻകം ടാക്സ് റിട്ടേൺസിനെ കാണുക എന്നുള്ളതാണ്. ഇത് രാജ്യത്തെ ഒരു നിയമമാണ്. അതുകൊണ്ട് ആ നിയമം പൂർണ്ണമായും പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ടാക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എത്ര രൂപ വരുമാനമുള്ളവർ വരെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഈ ടാക്സ് റെജീംസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അത് ചർച്ച ചെയ്യാമെന്ന്. ഇപ്പോൾ ഓൾഡ് റെജീം, ന്യൂ റെജീം എന്ന 2 റെജീംസ് ഉണ്ട്. ഇതിൽ 2 വ്യത്യസ്തമായ ടാക്സ് സ്ലാബുകളാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ദിവസം മുഴുവനും ഇരുന്ന് ചർച്ച ചെയ്താലും ആ ടാക്സ് സ്ലാബിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അതിനെക്കുറിച്ച് ചുരുങ്ങിയ ചില ഇൻഫർമേഷൻസ് പറയാം. ഓൾഡ് റെജീം ആണ് നിങ്ങളിപ്പോൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഓൾഡ് റെജീമിൻ്റെ പ്രത്യേകത പലതരത്തിലുള്ള സെക്ഷനുകളും അതിലെല്ലാം ഡിഡക്ഷൻസും ഉണ്ട്. ടോട്ടൽ ഇൻകം, ടാക്സബിൾ ഇൻകം എത്രയാണ് എന്ന് വിലയിരുത്താൻ നമുക്ക് കിട്ടുന്ന മൊത്തം വരുമാനത്തിൽ നിന്ന് 1,50,000 രൂപ വരെ ATCC എന്ന ഒരു സെക്ഷനിൽ നമുക്ക് കുറയ്ക്കാം. അത് സ്വാഭാവികമായും നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്, ആ ഹൗസിംഗ് ലോണിലേക്ക് അടയ്ക്കുന്ന പണം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ആ ഇൻഷുറൻസിലേക്ക് അടയ്ക്കുന്ന പണം, അങ്ങനെയുള്ള വിവിധ അടവുകൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ടാക്സബിൾ ഇൻകത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള സെക്ഷൻസ് ഉണ്ട്. ATC, ATCC, ATCCD എന്നൊക്കെ പറഞ്ഞ് പല സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൽ ഉൾപ്പെടുത്തി മൊത്തം വരുമാനത്തിൽ നിന്ന് കുറേ തുക കിഴിച്ച് ടാക്സബിൾ ഇൻകത്തിലേക്ക് വന്ന് അതിന് ശേഷമാണ് ആ തുകയ്ക്ക് ടാക്സ് അടയ്ക്കുന്നത്. എന്നാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു ട്രാൻസിഷനാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു ന്യൂ റെജീം എന്ന് പറയുന്നത്. ന്യൂ റെജീമിൽ സ്വാഭാവികമായും സ്ലാബ് കൂടുതലാണ്. ഇപ്പോൾ ആദ്യത്തെ ഓൾഡ് റെജീമിൽ 3 ലക്ഷം 4 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് അടയ്ക്കേണ്ട തുക ന്യൂ റെജീമിൽ അടയ്ക്കേണ്ട, അത് ടാക്സ് കുറച്ചിരിക്കുക ന്യൂ റെജീമിൽ. എന്നാൽ ഈ ഡിഡക്ഷൻസ് ഒന്നുമില്ല. ഒരാൾ സ്വാഭാവികമായും നമ്മളോട് ചോദിക്കുകയാണ്, സാർ ഞങ്ങൾക്ക് ടാക്സ് റെജീം ഏതാണ് നല്ലത്, ഓൾഡ് ആണോ ന്യൂ ആണോ? അതിനൊരു ടൈലർ മെയ്ഡ് സൊല്യൂഷൻ ഇല്ല. നമുക്കിപ്പോൾ ഗുളിക ഇത് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നൊരു ഗുളിക അതിനില്ല. അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതിനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സഹായം തേടുന്നത് ഉചിതമായിരിക്കും. കാരണം അവർക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാം. നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിക്ഷേപം സൂക്ഷിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തെല്ലാം സെക്ഷൻസിൽ ഡിഡക്ഷൻസ് എലിജിബിളാണ്, നിങ്ങളുടെ ഗ്രോസ് ഇൻകം എത്രയാണെന്നൊക്കെ നോക്കി ആ ഓൾഡ് റെജീമിലെയോ ന്യൂ റെജീമിലെയോ ടാക്സ് സ്ലാബ് ഡിസൈഡ് ചെയ്ത് അവർ ടാക്സ് പറഞ്ഞു തരും. കുറവ് ടാക്സ് അടയ്ക്കുന്നത് ന്യൂ റെജീമിലാണെങ്കിൽ ന്യൂ റെജീമിലേക്ക് മാറുക. ന്യൂ റെജീമിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓൾഡ് റെജീമിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ട്രാൻസിഷൻ അലോ ചെയ്യുന്നില്ല. ഇതൊരു സിംഗിൾ വിൻഡോ ആണ്. ഓൾഡ് റെജീമിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂ റെജീം ചൂസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരാം, തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഈ ഒരു തീരുമാനമെടുത്ത് ന്യൂ റെജീമിലേക്ക് മാറണം എന്നുള്ളവർക്ക് മാറാം. ഓക്കെ, ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേർ ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. ആളുകളുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അവബോധം കൃത്യമായിട്ട് ആളുകൾക്ക് എത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൂടുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ വർഷം മുൻ വർഷങ്ങളിൽ ഇതുവരെ ഫയൽ ചെയ്യാത്ത ഒരാൾ ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ അയാൾക്ക് ഏതാണ് നല്ലത്? ആദ്യത്തെ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഭയം ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ ഇത്രയും നാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, ഇനിയെങ്ങാനും പോയി റിട്ടേൺ ഫയൽ ചെയ്ത് ഇതെല്ലാം കൂടി എൻ്റെ പെടലിക്ക് വരുമോ എന്ന് ആലോചിക്കുന്ന സാധാരണ ജനങ്ങളുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒന്നും ഒരു നിയമം ഈ രാജ്യത്തില്ല. കഴിഞ്ഞ വർഷം വരെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തില്ല, ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. ചെയ്യണമായിരുന്നു എന്ന് നിയമം പറഞ്ഞിട്ടും ചെയ്തില്ല എങ്കിൽ അതോടൊരു പ്രശ്നമുണ്ട്. അതിനുമൊക്കെ പരിഹാരങ്ങളുണ്ട്. പേടിച്ചിരിക്കുകയല്ല അതിൻ്റെ പരിഹാരം. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ടാക്സ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട വരുമാന പരിധി, ആ നിയമം പറയുന്ന വരുമാന പരിധിയിൽ ക്രോസ് ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി ഇന്ന് പുതിയതായി എനിക്ക് വോളണ്ടറി ആയി ഞാൻ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നു, ചിലപ്പോൾ വരുമാനം കൂടി, അതുകൊണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഒരു നിയമപരമായ ബാധ്യത വന്നു. അതല്ലെങ്കിൽ വരുമാനം കൂടിയിട്ടില്ല, എന്നിരുന്നാലും ഞാൻ വോളണ്ടറിയായി റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. രണ്ടിലും പ്രശ്നമില്ല, രണ്ടും ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ഇനി അങ്ങനെ വരുമാനം ഇപ്പം ITR ഫോം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ITR 1 അല്ലെങ്കിൽ സഹജ് എന്ന് പറയുന്ന ഫോമാണ് സാധാരണയായി എല്ലാ ആളുകളും ഉപയോഗിക്കേണ്ട ഫോം. അത് നമുക്ക് കിട്ടുന്ന സാധാരണ വരുമാനം, ആ വരുമാനം എത്രയാണ് എന്നുള്ളത് രേഖപ്പെടുത്തി നമ്മുടെ ടാക്സ് ഡിറൈവ് ചെയ്ത് ടാക്സ് അടയ്ക്കണമെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പറയും. ടാക്സ് അടയ്ക്കേണ്ട സ്ലാബിലാണ് നിൽക്കുന്നത് ആ വ്യക്തിയെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട, അത് നിങ്ങൾക്ക് റിട്ടേൺസ് മാത്രം ഫയൽ ചെയ്യാം. ഇനി ഓൾറെഡി നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പിടിച്ചടച്ചിരിക്കുന്ന ടാക്സ് കൂടുതലാണെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ചും വരും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അങ്ങോട്ടേക്ക് കാശ് കൊടുക്കുന്നൊരു പരിപാടിയാണ് എന്ന് ഒന്നും മനസ്സിൽ അങ്ങനെ ഒരു ധാരണ വച്ച് പുലർത്തുന്നവരുണ്ട്. അതുമല്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാപിറ്റൽ ഗെയിൻ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതൊരു വലിയ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അറ്റ് സോഴ്സ്, അതായത് ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പിടിച്ച് നിങ്ങളുടെ പാൻ കാർഡിൽ അടയ്ക്കും. അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ വിചാരിക്കും പൈസ പോയി.
എന്ന് വിചാരിക്കും. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തിരിച്ചു കിട്ടുന്ന പല രീതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വസ്തു വിറ്റ് മറ്റൊരു വസ്തു വാങ്ങുകയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണ്ട, അതിൻ്റെ ഡിഫറൻസിന് കൊടുത്താൽ മതി. ഇപ്പോൾ 50 ലക്ഷം രൂപ ഉള്ള ഒരു വസ്തു 10 വർഷം മുമ്പ് വാങ്ങി, ഇന്ന് 1 കോടി രൂപയ്ക്ക് അത് വിറ്റു, അപ്പോൾ 50 ലക്ഷം ലാഭം കിട്ടി. ആ 50 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനി വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കാതെ രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പാൻ കാർഡിൽ അടച്ചിരിക്കുന്ന ടാക്സ് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അടയ്ക്കുന്ന പരിപാടി മാത്രമല്ല, തിരിച്ച് കിട്ടുന്നൊരു പരിപാടിയും കൂടി ഇതിലുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. എങ്കിൽ കൂടി ഇപ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം, ഒരു പ്രവാസിയായ ഭർത്താവ് ഭാര്യയ്ക്ക് നാട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയാണ്. ഒരു വലിയ എമൗണ്ടാണ് നാട്ടിലേക്ക് അയക്കുന്നത് കരുതുക. ഒരു 50,000 രൂപ വീതം എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. കൃത്യമായിട്ടും അതും ഇവിടുത്തെ ചെലവിനാണ്. അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇൻകം ടാക്സ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരമാണ് അടയ്ക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനൊരു ആക്റ്റുണ്ട്, ഒരു നിയമമുണ്ട്. അതേ നിയമത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ഭാരതീയർ പോയി, ഇന്ത്യക്കാർ പോയി പണിയെടുത്ത് ഉണ്ടാക്കുന്ന പണം അവിടെ കൊടുക്കുന്ന ടാക്സിന് ശേഷം ഇവിടെ വരുമ്പോൾ ടാക്സ് പിടിക്കണ്ട എന്ന് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. അതിനെ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ഈ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് എല്ലാ രാജ്യങ്ങളിലും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കുന്നവർ, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പണിയെടുക്കുന്നവർക്ക് ഈ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അവിടെ അവർ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണത്തിന് ഇവിടെ ടാക്സ് കൊടുക്കണ്ട. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, ഗൾഫിൽ പണിയെടുക്കുന്ന ഒരു പ്രവാസി അവരുടെ കുടുംബത്തിന് അയക്കുന്ന പണം 50,000-ഓ 1,00,000-ഓ എത്രയോ ആയിക്കോട്ടെ, അതിനിവിടെ വീണ്ടും അവർ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ് മറുപടി. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അല്ല, അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ വരുമാനമല്ലത്. ഇത് ഓൾറെഡി ഇപ്പോൾ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പണമാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് എൻ്റെ വരുമാനം. ആ വരുമാനത്തിൽ ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു തൊഴിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവിടെ എൻ്റെ അധ്വാനമാണ് എൻ്റെ ശമ്പളമായി മാറുന്നത്. ഉദാഹരണത്തിന് എൻ്റെ അച്ഛനും അമ്മയും സമ്പാദിച്ച് എനിക്ക് തന്ന ഒരു പ്രോപ്പർട്ടി, ഒരു 10 കടമുറി, ആ കടമുറിയിൽ നിന്ന് വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ അതും അധ്വാനത്തിൻ്റെ കൂലി തന്നെയായിട്ടാണ് വരുന്നത്. അതും ഒരു വരുമാനമാണ്. പഴയൊരു ഒരു 50 പവൻ സ്വർണം നമ്മുടെ കയ്യിലിരുന്നു. ആ 50 പവൻ സ്വർണം വാങ്ങിച്ച് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഇന്ന് വിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്, അതല്ലെങ്കിൽ അതിൻ്റെ ലാഭം, അതൊരു വരുമാനമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വരുമാനങ്ങൾ ലഭിക്കുന്നവരാണ് ബേസിക്കലി ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ അധ്വാനിച്ച് പണം ടാക്സ് അടച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് മണി എന്ന് അതിനെ പറയുന്നത്. ഈ വൈറ്റ് മണിയും ബ്ലാക്ക് മണിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. രാജ്യത്ത് കൊടുക്കേണ്ട, നിയമപ്രകാരം കൊടുക്കേണ്ട നികുതി കൊടുത്ത് നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന പണം വൈറ്റ് മണിയും, നികുതി കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം, പുറത്ത് കാണിക്കാതെ വെച്ചിരിക്കുന്ന പണം ബ്ലാക്ക് മണിയുമാണ്. അപ്പോൾ നികുതി കൊടുക്കാത്തവർ കള്ളപ്പണം കയ്യിൽ വെച്ചിരിക്കുന്നവരാണെന്നുള്ളതാണ് രാജ്യത്തെ നിയമം പറയുന്നത്. അപ്പോൾ ഞാൻ നികുതി അടച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് മണി, ഞാൻ സമ്പാദിച്ചിരിക്കുന്ന വൈറ്റ് മണി എൻ്റെ അച്ഛനോ എൻ്റെ മകൾക്കോ എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്കോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഓൾറെഡി ടാക്സ് അടച്ചിരിക്കുന്ന വരുമാനം കാണിച്ച് ടാക്സ് അടച്ച് കയ്യിലിരിക്കുന്ന വൈറ്റ് മണിയാണ്. സാർ, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് സ്വയം ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ പറ്റുമോ? അത് എളുപ്പമാണോ, അതോ ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുക തന്നെ വേണോ? അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കേട്ടോ. അതൊക്കെ സ്വാഭാവികമായും നമ്മൾ എന്തോ ഒരു ഇൻകം ടാക്സ് റിട്ടേൺസിനെ കുറിച്ച് കരുതിയിരിക്കുന്ന ഒരു വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് നമ്മൾ ഈ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ വെബ്സൈറ്റ് സാധാരണ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ഉപയോഗിക്കാത്തവരൊന്നുമില്ല, ഫേസ്ബുക്കിലൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനേക്കാൾ എളുപ്പമാണ് ഇന്ന് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിച്ചു നേരത്തെ, അതൊരിക്കൽ കൂടി ഓർക്കുക. ആദ്യം 26 AS എന്ന് പറയുന്ന ഫോമും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS, ഇത് രണ്ടും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുക. പാൻ കാർഡ് കൊടുത്ത് ആ പാൻ കാർഡിൽ വരുന്ന OTP ഉപയോഗിച്ച് അതിനകത്ത് കയറി ഇത് പരിശോധിച്ചാൽ പ്രീ ഫിൽഡ് ആയിട്ടുള്ള, നേരത്തെ തന്നെ
കാര്യങ്ങളെല്ലാം കൃത്യമായി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോം നിങ്ങളുടെ മുന്നിൽ വരും. ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമാണോ എന്ന് മാത്രം നോക്കി ടാക്സ് റെജീം സെലക്ട് ചെയ്ത് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫയൽ ചെയ്ത് വിട്ടിട്ട് പോരുത്. അവിടെ വെരിഫിക്കേഷൻ, ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതില്ലെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്തതായി കണക്കാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ വെരിഫിക്കേഷൻ, ITR വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആധാർ ഉള്ളവർക്ക് ആധാർ OTP വഴി ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം. ആ ആധാർ നമ്പർ കൊടുക്കുക, അതിൻ്റെ OTP ജനറേറ്റ് ചെയ്യുക, മൊബൈലിൽ വരുന്ന OTP കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി ഇത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ വരും, നിങ്ങളുടെ ITR സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ബാക്ക്ഗ്രൗണ്ടിൽ വെരിഫൈ ചെയ്തതിന് ശേഷം ITR റിട്ടേൺസ് ആയി മാറും. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം അവർക്കുണ്ട്. അതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നു. അതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, ആ ടാക്സ് നമുക്ക് എങ്ങനെ തിരിച്ച് പിടിക്കാം, അതിന് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സിലും ഷെയർസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം അത് നമുക്ക് തിരിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അത്ര ടാക്സ് കൊടുത്താൽ മതിയോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സാധാരണഗതിയിൽ ശമ്പളം ലഭിക്കുന്ന ഒരു വ്യക്തി എത്ര വർഷം ശമ്പളം കിട്ടുന്നു, ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ, ആ സ്ലാബ് ഡിറൈവ് ചെയ്ത് ടാക്സ് അടയ്ക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇത്ര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെയൊക്കെ സേവനം തേടുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം പറഞ്ഞു. ഒരുപക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾക്കൊരു നോട്ടീസ് വന്നാൽ ഭയക്കണോ? തീർച്ചയായും വേണ്ട. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയം എപ്പോഴും നല്ലതാണെന്ന് നമ്മൾ പറയുമല്ലോ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭയമെന്ന വികാരം വേണം. എന്തിനെങ്കിലുമൊക്കെ ഭയക്കാതെ മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അരാജകത്വമായിരിക്കും ഈ സമൂഹത്തിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയം വേണ്ട എന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും പാനിക് ആവണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ചിന്ത, ഞങ്ങൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നത്, അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 4 വർഷം മുമ്പ് നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേൺസിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വാടക ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നിങ്ങളത് വരുമാനത്തിൽ കാണിക്കാൻ വിട്ടുപോയി. അത് സബ്സിക്വൻ്റ്ലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിവ്യൂവിന് വേണ്ടി ഒരു നോട്ടീസ് അയക്കും. അങ്ങനെ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സമീപിച്ച് അതിന് കൃത്യമായ മറുപടി നൽകുകയോ, അതല്ലെങ്കിൽ കൃത്യമായ മറുപടി നൽകാൻ നിങ്ങളുടെ അടുത്തില്ല, ശരിക്കും നമ്മുടെ അടുത്ത് മിസ് ഔട്ടായി പോയതാണെങ്കിൽ എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത് അതിൻ്റെ പിഴയും കൂടെ ചേർത്ത് അടച്ചാൽ മതിയാവും. അതൊക്കെ നിയമപരമായി തന്നെ ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഇൻകം ടാക്സിൻ്റെ ആക്റ്റിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ ജയിലിൽ അടയ്ക്കും എന്നുള്ള ഭീതിയൊന്നും വേണ്ട. അത്തരത്തിലുള്ളൊരു ഭീതി വേണ്ട. എന്നാലും ഒരു ഭയം എന്തായാലും നമുക്ക് ഈ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സിലൊന്നാണ് ഇൻകം ടാക്സ്, വ്യക്തിപരമായി നമ്മൾ അടയ്ക്കുന്ന ടാക്സ്. അപ്പോൾ അത് കൃത്യമായി അടയ്ക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. ആ പൗരൻ ആ ധർമ്മം ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാനും അത് അടപ്പിക്കാനും ഒക്കെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഈ നോട്ടീസും ഈ നിയമങ്ങളും ഒക്കെ. പക്ഷേ അതിലൊരു സംശയമുള്ളത്, ഭയക്കണ്ട എന്ന് പറഞ്ഞു, ഒരു നോട്ടീസ് വന്നാൽ ആരായാലും പേടിച്ചു പോകും. ഇപ്പോൾ 4 വർഷം മുൻപുള്ള കാര്യത്തിനാണ് നോട്ടീസ് വരുന്നത് എങ്കിൽ അതെ താങ്കൾ സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ സംഭവിക്കുമോ? നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ 1 വർഷത്തെ കാര്യം തന്നെ ഓർത്തെടുക്കാൻ കഴിയില്ല, ഒരുപാട് റവന്യൂ വരുന്നവർക്കാണെങ്കിൽ. ഇപ്പോൾ മുൻ വർഷങ്ങളിലെ കണക്കുകൾ ചോദിച്ചിങ്ങനെ നോട്ടീസ് വന്നാൽ ആരായാലും ഭയപ്പെട്ടു പോകും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതിൽ പിഴയടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് ആളുകൾ പോകാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ശരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ഈ വർഷത്തെ ഫയൽ ചെയ്ത് കഴിഞ്ഞു, മെയിലും വന്നു, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് മിണ്ടാതെ പോകാൻ പറ്റില്ല. അതായത് നമ്മളെല്ലാം കൃത്യമായി ഫയൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. അത് പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ മുൻകരുതലുകളെല്ലാം എടുത്ത് കൃത്യമായി പഠിച്ച് 26AS-ഉം AIS-ഉം എല്ലാം നോക്കി ഫയൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു നോട്ടീസ് വരില്ല. അങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഭയക്കണ്ട എന്ന് പറയാൻ കാരണം, പാനിക്കായി നമ്മൾ ഇതൊരു വലിയ നിയമ നടപടിയിലേക്ക് പോകും, എൻ്റെ ജീവിതം നശിക്കും, അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്കൊന്നും പോകണ്ട എന്നുള്ളതാണ്. നമ്മുടെ ഉദ്ദേശം ജനങ്ങളെ പാനിക്കാക്കുക എന്നുള്ളതല്ലല്ലോ. ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. അതിനുള്ളൊരു ഭയം, ഒരു ബോധം, ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാവണം. അതിനപ്പുറം ഒരു ഭയമോ ഒരു വലിയൊരു ഭീതിയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത മതി, ഭയം വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. സാധാരണക്കാർക്കുള്ള കുറച്ച് സംശയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും നന്ദി.